അവരുടെ ശൈലിയാണ് നിക്കാഹ്. ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية. നിക്കാഹ് കഴിക്കാതെ ആരും തന്നെ കഴിഞ്ഞുകൂടരുത് എന്ന് പരിശുദ്ധമായ ഖുർആനും തിരുവചനങ്ങളും നമ്മെ ഉത്ബോധനം ചെയ്യുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് സഹാബി കടന്നു പോവുകയാണ്. മഹദി അവർകളെ, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ അവിവാഹിതനാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ ഫലാ തതബത്തൽ. നമുക്ക് മുൻഗാമികളായ പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന കർമ്മമാണ്, ശൈലിയാണ് നിക്കാഹ്. അതാണ് വിവാഹം. അവർക്ക് അല്ലാഹു ഭാര്യമാരെ നൽകി, അവർക്ക് അല്ലാഹു സന്താനങ്ങളെ നൽകി. അതുകൊണ്ട് സഹോദരാ, ഫലാ തതബത്തൽ, നീ അവിവാഹിതനാകരുത്, അവിവാഹിതനാകരുത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ സറൂറത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ബ്രഹ്മചര്യമേ ഇല്ല. നിക്കാഹ് കഴിക്കാതെയുള്ള സംസ്കാരം ഇസ്ലാമിലില്ല. നിക്കാഹ് കഴിക്കണം, വിവാഹം കഴിക്കണം. അതാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത്. ലാ സറൂറത ഫിൽ ഇസ്ലാം, വിവാഹം ഇസ്ലാമിന്റെ നിയമമാണ്. പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. അത് അള്ളാഹുവാണ് ഇവിടെ പഠിപ്പിച്ചത്, അവന്റെ റസൂലാണ് പഠിപ്പിച്ചത്. പ്രവാചകന്മാരുടെ സുന്നത്തുമാണത്. നിക്കാഹ് കഴിക്കാതെ നടക്കുന്നത് അത് വിഡ്ഢിത്തരമാണ്, അത് ശരിയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യതിമ്മു നുസുകുൻ നാസികി ഹത്താ യതസവ്വജാ. ഒരാളുടെ ഇബാദത്തുകൾ പൂർത്തിയാകണോ, ഒരാളുടെ നമസ്കാരം പൂർത്തിയാകണോ, ഒരാളുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാകണോ, അവൻ കല്യാണം കഴിക്കട്ടെ, അവൻ വിവാഹം കഴിക്കട്ടെ. കാരണം നിക്കാഹ് കഴിക്കാതെയുള്ള ഇബാദത്തുകളിൽ തീർച്ചയായും ന്യൂനതകളും വൈകല്യങ്ങളും ഉണ്ടാകുമത്രേ. ഒരാളുടെ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ നിക്കാഹ് കഴിക്കണം, നല്ല പക്വത ഉണ്ടാവുള്ളൂ. നമ്മുടെ ചുള്ളമാര് നിക്കാഹ് കഴിക്കാതെ മൊബൈൽ കൊണ്ട് ഫ്രണ്ട് വെച്ചിട്ട് നിസ്കരിക്കുക. ഓടെ ഫോൺ അപ്പോഴേ വരും, മെസ്സേജ് വരും, പോയില്ലേ. ഹലാലായ ഭാര്യയാണെങ്കിൽ ഓളെ കാണാൻ വേണ്ടിട്ട് മൊബൈൽ ആരെങ്കിലും വെച്ചിട്ട് നിസ്കരിക്കോ? ഓള് ടിഷ്യൂ പേപ്പർ പഴഞ്ചൻ, അവളെ എന്ത് മെസ്സേജ്, ഓക്കെന്ത് വാട്സപ്പ്, കല്ലി വല്ലിയ അതൊക്കെ അതിനാരാ വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ അവളെ കുറിച്ചുള്ള ചിന്തയല്ല നമുക്ക്. നമ്മുടെ ഭാര്യയെ കുറിച്ച് ആരും ചിന്തിക്കാറുണ്ടോ? സംസ്കാരത്തിൽ ആരും ചിന്തിക്കാറില്ല. പിന്നെ കാമുകിയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇബാദത്തിന്റെ പൂർത്തീകരണം എന്താണ്? നിക്കാഹ്. ഇബാദത്തിന്റെ പൂർത്തീകരണം നിക്കാഹ്. ദീനിന്റെ മൂന്നിലൊരു ഭാഗം പൂർത്തിയായി നിക്കാഹിലൂടെ എന്ന് നമ്മൾ ഹദീസിൽ നമ്മൾ കേൾക്കുന്നതാണല്ലോ. അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ലമ്മാ ദറകൂ ഇൽമാനഹു, അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ പ്രായപൂർത്തിയെത്തിയാൽ ഇക്രിമാ വ ഖുറൈബ, തന്റെ രണ്ട് മക്കളെ പ്രായപൂർത്തിയായപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ വിളിക്കുകയാണ്, അവരോട് പറയുകയാണ്, മക്കളെ, ഇൻ അറത്തും അൻകഹതുകും, നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ ഉപ്പ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. മാതാപിതാക്കള് സമയത്തുമ്പോ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. സമയമാകുമ്പോ മാതാപിതാക്കളുടെ ബാധ്യതയാണ്, കടമയാണ് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മക്കളെ, ഇന്നറത്തുമുൻ നിക്കാഹ ഫൻകഹതുകും, നിങ്ങൾ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടോ, നിക്കാഹ് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം. ഫഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സനാ നസഅ അല്ലാഹു മിൻ ഖുലൂബിഹിമുൽ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. വിവാഹം കഴിക്കാതെ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകുന്നവരെ, വിവാഹം കഴിക്കാതെ കാമുകിയുടെ പിന്നാലെ പോകുന്നവരെ, വിവാഹം കഴിക്കാതെ
അനുവദിക്കാതെ തന്റെ ശാരീരികമായ ആവശ്യങ്ങൾ, വികാര വിചാരങ്ങൾ ഹറാമിന്റെ വഴികളിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നവരെ അല്ലാഹു അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു കളഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് എന്റെ മക്കളെ, നിങ്ങൾ നാളെ നരകത്തിൽ പോകാൻ ഈ ഉപ്പ അനുവദിക്കുകയില്ല, ഈ ഉപ്പാക്ക് സമ്മതമല്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ പക്വത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം. സമയമായിട്ട് ദുബായിക്ക് പോയിട്ട് വരട്ടെ, 2 വർഷം കഴിഞ്ഞു വരട്ടെ, 29 വയസ്സാവട്ടെ, 30 വയസ്സാവട്ടെ, 32 ആവട്ടെ, ഓനയുടെ കട എടുത്തിട്ടേ ഉള്ളൂ. ഇനി കട എടുത്തിട്ട് കച്ചവടമെല്ലാം ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഓൻ നേരത്തെ പെണ്ണിട്ട് എന്ത് ചെയ്യാനവസ്ഥ, ഓൻ പെണ്ണിട്ടിട്ട് എന്താകാനേ? ശരി തന്നെ, ഉപ്പ തന്നെയാണ് തടസ്സം. ഓൻ വ്യഭിചരിച്ചാല് ഓരോ വ്യഭിചാരത്തിന്റെ തുള്ളിയും ഈ ഉപ്പാന്റെ ATM-ലേക്ക് വന്ന് വീഴുകയാണ്. അവൻ വ്യഭിചരിക്കുന്നതിന്റെ കൂലി ആർക്ക് കിട്ടും? ഉപ്പാക്ക്. എന്താ കാരണം? പ്രായപൂർത്തി എത്തിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല. ഉപ്പാന്റെ ബാധ്യത. ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞ വാക്കല്ലേ, ഇബാദത്തിന് തന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, ഇബാദത്തിന് തന്നെ റാഹത്ത് ഉണ്ടാവില്ല. നിക്കാഹിന്റെ സമയത്ത് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. ഫൈദാ ബലഗ 16 സന സവജഹു അബൂഹു. 16 വയസ്സാകുമ്പോ നിന്റെ മക്കളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണേ. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ വടക്കൻ ശൈലികളിൽ 16 വയസ്സായ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്നത്. ഹദീസുകൾ കേട്ടിട്ടല്ലേ, പഠിച്ചിട്ടല്ലേ. 16 വയസ്സ് 14 വയസ്സൊക്കെ കല്യാണം കഴിപ്പിച്ചു തുടങ്ങിയത് എവിടുന്ന? വടക്കൻ ജില്ലകളിൽ നിന്നാണ്. ഉലമാക്കൾ കൂടുതൽ, ദീനി സ്ഥാപനങ്ങൾ കൂടുതൽ, ദീനിന്റെ കാര്യങ്ങൾ കൂടുതൽ വടക്കൻ ജില്ലകളിലായതുകൊണ്ട് 16 വയസ്സിൽ പെണ്ണിനെ കെട്ടിക്കുന്നു. സുപ്രീം കോടതി പോലും തീരുമാനം എടുത്തിരിക്കുന്നു, 16 വയസ്സായ പെണ്ണിനെ ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ അത് ബാലിക പീഡനമാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, 16 വയസ്സായാൽ നിന്റെ മകളെ നീ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഇന്ത്യൻ നിയമം അനുസരിച്ച് 18. അപ്പൊ അതുകൊണ്ട് അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആണുങ്ങൾക്ക് 22, 21, 22 വയസ്സാകുമ്പോൾ യാള്ള പെണ്ണെട്ടിച്ചു കൊടുക്കണോ? ഇല്ലാതെ വരുമ്പോഴാണ് ഈ മൊബൈലായിട്ട് ഇങ്ങനെ കറങ്ങിടക്കുന്നത്. മൊബൈലും കുറെ കഞ്ചാവായിട്ട് ഇങ്ങനെ കറങ്ങിടക്കാണ്. കുറെ പെണ്ണുങ്ങളുടെ മൊത്തം ഫോൺ നമ്പർ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ച് കുത്തി 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 ഇങ്ങനെ അടക്ക ചുറ്റ തിരിഞ്ഞളിക്കുക. ഇങ്ങനെ വിചാരിക്കാൻ പോയതിന്റെ കുറ്റാർക്ക് കിട്ടും, ഉപ്പാക്ക് കിട്ടും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചുതരാം. മോനെ, നീ ആഗ്രഹിക്കുന്നുണ്ടോ പെണ്ണിട്ടാൻ? ഉപ്പ തയ്യാറാണ്, ഉപ്പ തയ്യാറാണ്. ഉപ്പ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണോ? അതാണ് അതിന്റെ നിയമം. വിവാഹം വാർക്കല്ലേ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പാശ്ചാത്യന്മാരെ പോലെയുള്ള നിക്കാഹാണ് പരിശുദ്ധമായ ശരീഅത്ത് നമ്മളെ ആദ്യം പഠിപ്പിച്ചു തരുന്നത്. നിക്കാഹിന് പല രീതിയിലുള്ള അർത്ഥങ്ങളാണ് അവർ നൽകിയിരുന്നത്. അവരുടെ വൈവാഹിക ജീവിതവും അവരുടെ വിവാഹ ജീവിതവും എന്ന് പറഞ്ഞാൽ നിക്കാഹിന് പല അർത്ഥങ്ങളും അവർ നൽകിയിരുന്നു. പല നിക്കാഹുൽ ബദൽ, നിക്കാഹ് വിവാഹം. ഒരു വിവാഹത്തിന്റെ പേരാണ് നിക്കാഹുൽ ബദൽ. ബദലിനുള്ള നിക്കാഹ്. എന്താ അത്? ഒരാൾ തന്റെ സുഹൃത്തിനോട് പറയുകയാണ്, അൻസിൽനി അൻ ഇംറാഅതിക ഉൻസിലു ലക അൻ ഇംറാഅതി. നിന്റെ ഭാര്യയെ നീ എനിക്കിന്ന് നൽകിയാൽ എന്റെ ഭാര്യയെ നിനക്ക് ഞാൻ നൽകാം. ഇങ്ങനത്തെ നിക്കാഹ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. മനസ്സിലായി? ഇങ്ങനെയുള്ള നിക്കാഹ് ഉണ്ടായിരുന്നു എന്നർത്ഥം. വൈഫ് സ്വാപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പരഭാര്യ പരണയം. എന്റെ ഭാര്യ നിനക്ക് ഇന്ന് ഞാൻ നൽകാം, നിന്റെ ഭാര്യ നീ എനിക്ക് നൽകണം. ഇന്നും അത് നടപ്പല്ലേ? ഇന്നും ഈ ഇന്ത്യ രാജ്യത്തിന്റെ പല ക്ലബ്ബുകളിലും നടക്കുന്നില്ലേ? പരിശുദ്ധമായ ശരീഅത്ത് അംഗീകരിക്കാത്ത നിക്കാഹാണ്, വിവാഹമാണിത്. 2 നിക്കാഹുർ റഹത്ത്, സംഘ നിക്കാഹ്. 10 ഒതുങ്ങുന്ന ഒരു സംഘം. ഒരു പെണ്ണിന്റെ മേൽ അവരെല്ലാവരും ഒരേപോലെ വൈവാഹിക ഒരേപോലെ ജിമാഅ് ചെയ്യുകയാണ്. ഒരേപോലെ അവരുടെ വികാരം ഒരൊറ്റ പെണ്ണിനെ ഭാര്യയാക്കി വെച്ചുകൊണ്ട് 10 പുരുഷന്മാർ അവളുമായി ലൈംഗിക വേഴ്ച നടത്തുകയാണ്. ഒരൊറ്റ പെണ്ണ്, ഒരു ഭാര്യ, 10 ഭർത്താവ്. അതായത് അന്നത്തെ കാലഘട്ടത്തിലെ നിക്കാഹിന്റെ കാര്യം പറഞ്ഞു. വിവാഹം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. 10 പുരുഷന് ഒരു പെണ്ണ്, അങ്ങനെയായിരുന്നു. അവൾ അങ്ങനെ വിവാഹം അവൾ അങ്ങനെ ഗർഭിണിയായാൽ
ഗർഭിണിയായാൽ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് അറിയാൻ കഴിയുക? ഇതാരുടെ ബീജത്തിലൂടെ ഉണ്ടായ ജനിച്ച കുട്ടിയാണെന്ന് എങ്ങനെയാണ് കഴിയുക? ഫൈദാ വലദത്ത്, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ തഖയ്യറത്ത്, തീരുമാനമെടുക്കുകയാണ്. ആരാണ്? ഈ 10 പേരിൽ ആരുമായുള്ള സാദൃശ്യമാണെന്ന് പരിഗണിച്ചുകൊണ്ട് അവര് കൂടിയിരുന്ന് ആലോചിച്ച് ഒരു കണക്കിട്ടിട്ട് അവന്റെ ഉപ്പയെ തെരഞ്ഞെടുക്കുകയാണ്. 10 ഒരാൾ ആരാന്ന് എങ്ങനെ അറിയാൻ പറ്റും? അന്നത്തെ കാലത്ത് DNA ടെസ്റ്റ് ഒന്നുമില്ല, ഇന്നത്തെ കാലത്ത് DNA ടെസ്റ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെ അറിയാൻ പറ്റുമോ? 10 പുരുഷൻ ഒരു സ്ത്രീ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ബഹുഭാര്യത്തെ അംഗീകരിക്കാത്തത്, ബഹുഭർത്തൃത്വത്തെ അംഗീകരിക്കാത്തത്. ബഹുഭർത്തൃത്വം, ഒരു ഭാര്യ പല പുരുഷന്മാർ, ഒരു പുരുഷൻ പല ഭാര്യ, അതംഗീകരിക്കാം. നമ്മുടെ വിഷയമല്ല, അങ്ങോട്ടത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ പോയാൽ പിന്നെ നമ്മുടെ വിഷയം ഒന്നും തീരൂല. അതൊക്കെ പോട്ടെ.